ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന നടനായി മാറുന്നു മമ്മൂട്ടി എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ കഴിഞ്ഞ 2 ചിത്രങ്ങളുടെ പ്രതിഫലം അങ്ങനെയാണ് പുറത്തു വരുന്നത്. മമ്മൂട്ടിയുടെ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തുവിട്ടേക്കുന്ന ആ കണക്കുകൾ നോക്കുമ്പോൾ അത് ഉറപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്നു. അതായത് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ ബഡ്ജറ്റായി ഇട്ടിരിക്കുന്നത് 30 കോടിയാണ്. നമുക്കറിയാം ഈ ഒരു സിനിമ ചെയ്യാൻ കൂടി വന്നാൽ 3 അല്ലെങ്കിൽ 5 കോടി മതി എന്നുള്ളത്. ബാക്കി 25 കോടിയും അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയുടെ പ്രതിഫലമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന ഒരു നടൻ എന്ന് പറഞ്ഞാൽ അത് മമ്മൂട്ടി തന്നെയായി മാറുന്നു. ഇനിയും അതിനെ ന്യായീകരിക്കുന്ന തരത്തിൽ മറ്റൊരു സിനിമയുടെ കൂടെ കളക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് പുറത്തു വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രം. ആ ചിത്രം കാണുന്നവർക്കറിയാം അതൊരു 3 കോടിക്ക് മുകളിലുണ്ടെങ്കിൽ ആ സിനിമയൊക്കെ വെറും ചവറെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ആ ഒരു സിനിമയുടെ പോക്ക്. നല്ല സിനിമയൊക്കെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ലൊക്കേഷൻസും അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മാക്സിമം വരാവുന്ന കോസ്റ്റ് അത്ര തന്നെയാണ്. ആ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റായി ഇട്ടിരിക്കുന്നത് 20 കോടിയോളമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം അന്ന് മമ്മൂട്ടി മേടിച്ചത് 17 കോടിക്ക് മുകളിലാണ് പ്രതിഫലമായിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ 2 സിനിമകളിലെ പ്രതിഫലം വെച്ച് നോക്കുമ്പോൾ ഇന്ന് മലയാളത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം നേടുന്ന നടൻ മമ്മൂട്ടിയായി മാറുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുകളെല്ലാം തന്നെ തെറ്റെന്ന് നമുക്ക് തിരുത്തേണ്ടി വരും. ഡൊമിനിക് പോലെയുള്ള ഒരു ചിത്രത്തിന് മാക്സിമം വരാവുന്ന ബഡ്ജറ്റ് 5 തൊട്ട് 10 കോടിക്ക് താഴെ മാത്രമാണ്, മമ്മൂട്ടിയുടെ പ്രതിഫലം കൂട്ടാതെ. കളങ്കാവൽ എന്ന ചിത്രം അതിനും മുകളിൽ ഒന്ന് വരാം, മാക്സിമം 10 കോടി വരെ വരാവുന്ന ചിത്രമാണ്. രണ്ടും നല്ല ചിത്രങ്ങളാണെങ്കിൽ പോലും കളങ്കാവലിൻ്റെ അടുത്ത് ഡൊമിനിക് എത്തുന്നില്ല. ഒരു സാധാരണ പാറ്റേണിൽ വന്നിരിക്കുന്ന ചിത്രം വേണമെങ്കിൽ മമ്മൂട്ടിക്ക് ഇതിലും മനോഹരമാക്കാമായിരുന്നു എന്നുള്ളതാണ്. അവസാനം 30 മിനിറ്റ് കൊണ്ട് ഗംഭീരമാക്കിയെന്ന് പറയുമ്പോഴും ഒരു സിനിമയാണ് 30 മിനിറ്റ് പോരാ എന്നുള്ളതും നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാനായിട്ട്. വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.